ദാ ഒരു സാധനമേ നമുക്കിവിടെ മേടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ പെങ്കൊച്ചങ്ങ് എടുത്ത് തീർക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചതേ അല്ല. പിന്നെ വിചാരിച്ചു ഒരു 1.5 മാസത്തിന് മുകളിലായിട്ടോ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. വിച്ചു അതൊക്കെ കഴിച്ചിട്ട് രാവിലെ പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അരിയൊക്കെ അങ്ങ് അടുപ്പിലോട്ട് വെച്ച് ഈ അടുപ്പിൻ്റെ ഒരു റൗണ്ട് സംഭവം ഉണ്ടല്ലോ അത് എൻ്റെ കയ്യിലില്ലായിരുന്നേ. ഞാൻ പകരം 2-3 സിമെൻറ്റ് കല്ലൊക്കെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചോറങ്ങ് അടുപ്പിലോട്ടാക്കി. പിന്നെ ഒരു സ്ട്രോങ് കോഫിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചടപടാന്ന് പറഞ്ഞങ്ങ് ജോലി ചെയ്യും. പിന്നെ മടിച്ച് നിന്നാൽ പിന്നെ ഞാൻ ഒരു വക ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ 3-4 ദിവസം മക്കൾക്ക് സ്കൂളിൽ പഠിത്തമില്ല. അപ്പോൾ അവരുടെ യൂണിഫോമും ബാഗും ഒക്കെ അങ്ങ് കഴുകിയിടാന്ന് വെച്ച്. അല്ലെങ്കിൽ സമയത്തിനാകുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് മറന്നു പോകും. കഴുകിയിടും, എന്നാലും ആ തേച്ച് വെക്കാനൊക്കെ അങ്ങ് മറക്കും കേട്ടോ. പിന്നെ സമയത്തിന് ഓടേണ്ടി വരും. അതുകൊണ്ട് അതെല്ലാം അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ ഇരിക്കുന്നുണ്ടോ, ഇതെന്നെ മോൻ എന്നെ കൊണ്ട് ഇരിപ്പിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് എന്നെ കളിയാക്കുമോ, ഉമ്മച്ചി ബാർബി ഗേളിൻ്റെ കണക്ക് ഇരിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷം അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ എൻ്റെ പൊടിമോനുണ്ട്, മിറ്റമൊക്കെ ഒന്ന് തൂത്ത് തരാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് മക്കളൊക്കെ ഇങ്ങനെ സഹായിക്കും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നേഹത്തോടെ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ചും കിച്ചും തുമ്പിയൊക്കെ സഹായിക്കും. തുമ്പിക്ക് ഒരു റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് അവൾ അടിപൊളിയായിട്ട് നീറ്റായിട്ട് വൃത്തിയാക്കിക്കൊണ്ടായിരുന്നു. വെളിയിൽ ജോലിയൊക്കെ ഒതുക്കാൻ നിന്നപ്പോഴത്തേക്ക് ദാഹത്തേറി ചെയ്ത പണിയാ മേക്കപ്പ് ഇട്ടേക്കുന്നു. ഇത് എന്തൊരു മേക്കപ്പ് ഇത്! മുഖം നനച്ചിട്ട് അതിനകത്ത് ഫുള്ള് പൗഡർ വാരി പൊത്തിയേക്കുന്നു. നോക്കേ കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു സാധനം ഇവിടെ മേടിച്ചു വെക്കാൻ പറ്റത്തില്ല. ദാ ഒരു സാധനമേ നമുക്കിവിടെ മേടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ പെങ്കൊച്ചങ്ങ് എടുത്ത് തീർക്കും. പൗഡർ, കരി. ഞാൻ ആകെ ഒരു തുള്ളി ഒരു ലിപ്സ്റ്റിക് ഇടുന്നതാ, അത് നശിപ്പിക്കും. എപ്പോഴുള്ള പരിപാടിയാണ്. പിന്നെ അങ്ങനെ എങ്ങനെയായി? കണ്ണാടി നോക്കുമ്പോ ഭയങ്കര ഗ്ലാമർ ആയിട്ട് ഇരിക്കും കേട്ടോ. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ പ്രേതമായി പോയി. പിന്നെന്തുണ്ട് വിശേഷങ്ങളെല്ലാം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറ. എല്ലാ പെമ്മക്കളുള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? നമുക്കൊരു വഹ ഒരുങ്ങാൻ കിട്ടത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ സ്ലൈഡ് മേടിച്ച് വെക്കുവേ. എനിക്ക് ആവശ്യത്തിന് എവിടെ പോവാം ആ സ്ലൈഡ് എടുത്ത് അവിടെ കാണത്തില്ല. സ്ലൈഡ് മാത്രമല്ല കേട്ടോ, പൗഡറൊക്കെ കൊണ്ടുവെക്കുന്നതെന്ന് കാണണം. എങ്കിൽ ചോദിക്കും അതെല്ലാം ഒളിപ്പിച്ച് വെച്ചുകൂടെയെന്ന്. ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കുന്നത് പോലും അറിയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ വെക്കുന്ന സാധനം ഞാൻ തന്നെ മറന്നു പോകും, പക്ഷെ അവൾ അത് കൃത്യമായിട്ട് എടുത്തിരിക്കും. പിന്നെ അത് വിച്ചുവാണെങ്കിൽ പള്ളിയിൽ പോയിട്ടൊക്കെ വന്ന് കുറേ അങ്ങ് ക്ഷീണിച്ച് നേരം വെച്ച് ഞാൻ TV കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് കിടക്കും കേട്ടോ. പിന്നെ ഇക്കാണെങ്കിൽ മീനും തേങ്ങയും വഴുതണങ്ങയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മുട്ടൻ ചാളമീനായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് പരിഞ്ഞിലൊക്കെ കാണുമെന്ന്, പക്ഷെ പരിഞ്ഞിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ മീൻ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് എന്തെന്നറിയോ, ഇവിടെ മാങ്ങ ഇരിപ്പുണ്ട്, അതിട്ടങ്ങ് വറ്റിച്ച് വെക്കാമെന്ന്. ഞങ്ങൾ വീട്ടിൽ സാധാരണ മാങ്ങ വറ്റിച്ചെന്നല്ല പറഞ്ഞാൽ മാങ്ങ പറ്റിച്ചെന്നാട്ടോ. മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അതിനകത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ഈ മാങ്ങ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് ചോദിച്ച്. അപ്പം പറ്റിക്കുന്നതെന്നല്ല, വറ്റിച്ച് വെക്കുകയാണേ. പിന്നെ തലയെടുത്ത് അവിച്ചും കൂടെ വെക്കാമെന്ന് വിചാരിച്ച്. ചീന ഉണ്ടെങ്കിൽ പൊളിച്ചേനെയായിരുന്നു. പക്ഷേ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടനും അനിയനും കൂടെ ഈ മാങ്ങ ഉപ്പും മുളകും ഇട്ടങ്ങ് കഴിച്ചു കളഞ്ഞു. എങ്കിൽ ഈ വിവരം എൻ്റെ അടുത്ത് നേരത്തെ പറയണ്ടായിരുന്നോ? ഇക്ക വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞേനെ ഇക്ക മാങ്ങയും കൂടെ മേടിച്ചുകൊണ്ട് വരുന്നേനെ. ഇവരാണെങ്കിൽ ഇങ്ങനെ കേട്ടോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പം അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കും. പിന്നെ ഞാനില്ലെങ്കിൽ വിച്ചു എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യും കേട്ടോ. അവന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം. അവൻ പ്രത്യേക രീതിയിലൊക്കെയുള്ള പാചകങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാറുമുണ്ട്. കിഴങ്ങ് പൊട്ടിക്കുക, പിന്നെ മുളക് ഉടയ്ക്കുക. എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചേ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, അത് തലേന്ന് ഇങ്ങനെ കണ്ടിച്ച് വെച്ചതിൻ്റെ ബാക്കി മാങ്ങയായിരുന്നേ, അതിട്ടങ്ങ് കറിയും അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പച്ചക്കുരുമുളക് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അതും ഇട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ റെസിപ്പി ഒന്നും വേണ്ടല്ലോ, അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അഥവാ വേണ്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേരെ. ഇതാണെങ്കിൽ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഞാൻ പറഞ്ഞില്ലേ മാങ്ങ തിന്നുകൊണ്ട് കുറച്ച് മാങ്ങ ഇരുന്നോളായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങാണ്ടിയും കൂടെ അങ്ങ് കറിയിലോട്ടിട്ട്. പിന്നെ പുളിയൊന്നും ഞെവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പകരം വടക്കം പുളി ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു കഷ്ണം പുളിപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങാണ്ടി എനിക്ക് തിന്നാനാണ് കേട്ടോ. പിള്ളേർ
മാങ്ങാണ്ടിയൊന്നും അങ്ങനെ ഉറിഞ്ചത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അടി ഉണ്ടാവും, ഞാൻ കാണിച്ചില്ല. പിന്നെ ഉണ്ടമുളക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ അടുത്തൊരു ചന്തയിൽ ഇതിന് വേണ്ടി മാത്രം ഞാൻ ഇക്കായെ വിളിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ ഇത് മേടിക്കാൻ. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ കടയിൽ ഇങ്ങനെ ഉണ്ടമുളക് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് മേടിച്ച് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ക അങ്ങ് വണ്ടി അങ്ങ് വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി പോയി മേടിപ്പിച്ചതാ. പിന്നെ കറിയൊക്കെ കലക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്ന് അരിഞ്ഞും പറക്കിയൊക്കെ വെക്കലായിരുന്നു പതിവ്. പിന്നെ ഞാൻ ഇല്ല ക്ലാസ്സിന് പോയില്ലേ, അതിന് ശേഷം അവിടുത്തെ സാറാണ് പഠിപ്പിച്ചത്. നമ്മൾ എന്തൊരു സാധനം ചെയ്താലും അതെല്ലാം ആദ്യം കൂട്ടി അരിഞ്ഞ് ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാണ്. പിന്നെ കുറച്ച് വഴുതണങ്ങയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള കുറേ അധികം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വെക്കാൻ എളുപ്പമാണേ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ സവാളയും വഴുതണങ്ങയും കൂടി ഇട്ട് കൊടുക്കും. ഇതൊന്ന് വാടി വരുമ്പം ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടി വേണമെങ്കിൽ ചിലപ്പോൾ മസാലയൊക്കെ ഇടുന്നവർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി അങ്ങ് അടച്ച് വെക്കുകയെ. പിന്നെ അത് അവിടെ കിടന്നങ്ങ് വെന്തോളും, പെട്ടെന്ന് വേവുമല്ലോ വഴുതണങ്ങ. അപ്പോൾ അതിൻ്റെ ആ പരിപാടിയും കൂടെ അവിടെ അങ്ങ് കഴിഞ്ഞേക്കും. ഇതാണെങ്കിൽ നല്ല രുചിയാട്ടോ കഴിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ മീനും കൂടെ അങ്ങ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം വരുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേക മണമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇനി പച്ചക്കളറിൽ തന്നെ ഇരിക്കുമോ, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഊറ്റിയാൽ മതിയേ. ഞാൻ സ്റ്റീൽ കലത്തിലാണ് ഇപ്രാവശ്യം ഞാൻ അടുപ്പയിലോട്ട് വെച്ച് ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞാൻ വെച്ചാൽ ഇത് പുകയില്ലാത്ത അടുപ്പല്ലേ, നമ്മുടെ ഇതിനകത്തോട്ട് കരി പിടിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നയാ. നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാടം ഇനി തേച്ച് കഴുകി എടുക്കാൻ വേണ്ടി. അങ്ങനെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പിടുവേ. ചിലവർ ഉപ്പിടത്തില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ചോറ്റിനകത്ത്. ഇവിടെ എനിക്ക് ഉപ്പിട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഊറ്റി അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറേ നേരം അത് അങ്ങനെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ വെള്ളം തോരത്തില്ല കേട്ടോ. ഞാനിവിടെ അരി ഊറ്റുന്ന സമയം കൊണ്ടേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ് ചെയ്യാതാ കാണുന്നെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഞാനാണെങ്കിൽ അടുക്കള നിൽക്കുന്ന സമയത്ത് സാധാരണ പിള്ളേരിങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യം നിന്നില്ല, ഭയങ്കര കളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് 3-4 ദിവസത്തേക്ക് ക്ലാസ് ഇല്ല. പക്ഷെ വിച്ചുവിനൊരു പണി കിട്ടിയിട്ടുണ്ട്. സാറ് പറഞ്ഞ് 3-4 പാഠങ്ങൾ പഠിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെയൊന്ന് പറഞ്ഞേരെ. ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോറുണ്ടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് വീടും പെരയൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ചിട്ടതിന് ശേഷം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് സലാത്ത് ഇല്ലണം, യാസീനോണം, അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ തിരിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. വിച്ചു പോയി തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അന്നേരം നോക്കിയപ്പോൾ തീപ്പെട്ടിയില്ലായിരുന്നു. കാരണം ഗ്യാസ് തീരാറായി ഇരുന്നായിരുന്നു, ഗ്യാസും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് പോയി തീപ്പെട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തിരിയൊക്കെ അങ്ങ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും പോയി കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ കുളിച്ച് ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത് നിൽപ്പുണ്ടേ. ഉമ്മച്ചി എന്നെ എടുക്കല്ലേ, ഞാനിപ്പം നല്ല കോലത്തിലല്ല, ഒരുങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയ തുമ്പിയാ. പിന്നെ ആയപ്പോഴത്തേക്ക് ചേട്ടനും അനിയത്തിയും കൂടെ എന്തോ അവിടെ വഴക്കു കൂടി ഇടവൃത കാണിച്ച് തുമ്പി ഇനി വീഡിയോ നിൽക്കുന്നില്ല എന്നും പറഞ്ഞങ്ങ് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എപ്പോഴും അടിയെ ഞാൻ എപ്പോഴും പറയുമല്ലോ, ഒന്ന് തൊട്ടാൽ തന്നെ തുമ്പിയാണെങ്കിൽ അങ്ങ് കരച്ചിലും ബഹളവും ആയിരിക്കും. പിന്നെ ഇവരുടെ അടുത്ത് തൊടല്ലേന്ന് പറഞ്ഞാൽ അവനും കേൾക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ, അടിയും വഴക്കമൊക്കെ ഉണ്ടോ മക്കള് തമ്മി? എല്ലാ വീട്ടിലൊക്കെ കാണും, എന്നാൽ ഇത് ഇച്ചിരി പെരിശാട്ടോ. പിന്നെയുള്ള സന്തോഷം എന്ന് വെച്ചാലേ, നമ്മുടെ ചാനലിൽ ഇപ്പം 15.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഫാമിലി എന്ന് പറയാനാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാം, ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. അപ്പം സാധാരണ രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇടുന്നത്. എന്നും എല്ലാ വീട്ടിലും എന്തൊക്കെയാണോ നടക്കുന്നത് അതൊക്കെ തന്നെയാണ്. പിന്നെ ലോങ് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളെ ഞാൻ ഇട്ടിട്ട് എന്തോ ഇടും, എന്നും ഈ പാചകം തന്നെ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.